എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അതോടൊപ്പം സമൂഹത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സ്കൂള് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് വളരെ പ്രാക്ടിക്കലായ ഒരു നിയമമായിരിക്കണം ഉണ്ടാക്കേണ്ടത്. യൂണിഫോം രക്ഷിതാവ് ഒറ്റയ്ക്ക് വന്ന് ആ വിഷയം തീർക്കേണ്ടതായിരുന്നു. മറ്റ് സംഘടനകളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്വന്തം കുടുംബകാര്യത്തിൽ മറ്റുള്ളവരെ ഇടപെടുത്തി കഴിഞ്ഞാൽ അത് എത്രത്തോളം വഷളാകും എന്നതുപോലെ തന്നെ ഈ ഒരു കാര്യം എത്രത്തോളം വഷളാകും എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സ്കൂളിൽ തട്ടമിട്ട് വന്നു എന്നൊരു കാരണത്താൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക, ഇത് ശരിയാണോ തെറ്റാണോ? ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഈ വിഷയത്തെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അതോടൊപ്പം സമൂഹത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സ്കൂള് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് വളരെ പ്രാക്ടിക്കലായ ഒരു നിയമമായിരിക്കണം ഉണ്ടാക്കേണ്ടത്. യൂണിഫോം എന്ന് പറയുമ്പോൾ സ്കൂളിലെ കുട്ടികളെ തിരിച്ചറിയാൻ ഉള്ളതാണ്. അപ്പോൾ സ്കൂളിന് ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും, യൂണിഫോമിന് ഒരു കളർ ഉണ്ടാവും, ഒരു ഡ്രസ് കോഡ് ഉണ്ടാവും. ആ ഡ്രസ് കോഡിൽ ഒരു തട്ടം, അവരുടെ യൂണിഫോമിൻ്റെ ഏകദേശം അതേ നിറത്തിലുള്ളൊരു തട്ടം ഒരു പെൺകുട്ടി ഇട്ടതുകൊണ്ട് ആ കുട്ടി ആ സ്കൂളിൻ്റെതല്ല എന്ന് വേറെ ആരും തെറ്റിദ്ധരിക്കാനൊന്നും പോകുന്നില്ല. ആ സ്കൂളിൽ പഠിക്കുന്ന, ആ സ്കൂളിൻ്റെ യൂണിഫോം ഇട്ട, ആ സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ധരിച്ച, തട്ടമിട്ട ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് മാത്രമേ ആളുകൾ ചിന്തിക്കൂ. അല്ലാതെ വേറൊന്നും ആരും ചിന്തിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, നിയമങ്ങൾ ചില ആളുകൾക്ക് വേണ്ടി വേണമെങ്കിൽ മാറ്റാൻ കഴിയുന്നതുമാണ്. അവിടെ മുസ്ലിം കുട്ടികൾ ഒരു കുട്ടിയാണെങ്കിലും വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് നിയമം മാറ്റിക്കൊടുത്ത് ആ കുട്ടിയെ കംഫർട്ടബിളായിട്ട് ആ സ്കൂളിൽ മാനസിക സംഘർഷങ്ങളില്ലാതെ പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു കടമ ആ സ്കൂളിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുട്ടിയുടെയോ കുട്ടിയുടെ പിതാവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം അവർ ഓൾറെഡി ആ സ്കൂളിൽ അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് പോയി ജോയിൻ ചെയ്തത്. അങ്ങനെ ഒരു നിയമമുണ്ട്, അവിടെ തട്ടമിടാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് ആ നിയമങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ 4 മാസം തട്ടമില്ലാതെ വന്നിട്ട് പെട്ടെന്നൊരു ദിവസം തട്ടമിടണമെന്ന് തോന്നിയപ്പോൾ സ്കൂളുകാർ രക്ഷിതാവിനെ വിളിച്ച് അറിയിച്ചപ്പോൾ രക്ഷിതാവ് ഒറ്റയ്ക്ക് വന്ന് ആ വിഷയം തീർക്കേണ്ടതായിരുന്നു. മറ്റ് സംഘടനകളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്വന്തം കുടുംബകാര്യത്തിൽ മറ്റുള്ളവരെ ഇടപെടുത്തി കഴിഞ്ഞാൽ അത് എത്രത്തോളം വഷളാകും എന്നതുപോലെ തന്നെ ഈ ഒരു കാര്യവും എത്രത്തോളം വഷളാകും എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെയും കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കുട്ടിയുടെ മാനസികാവസ്ഥയെപ്പറ്റുള്ളൊരു കാര്യം. കാരണം കുട്ടി ഈ തട്ടമില്ലാതെ പോകുന്നതിൽ ഒത്തിരി വിഷമിച്ചിരുന്നു എന്ന് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അതായത് കുട്ടി എന്തോ തെറ്റ് ചെയ്യുന്നതായിട്ട് ഉള്ളൊരു ഫീല് കുട്ടിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 മാസമായിട്ട് തട്ടമില്ലാതെ പോയപ്പോൾ കുട്ടിക്ക് ഭയങ്കര മാനസികമായ വിഷമം ഉണ്ടായിരുന്നു എന്ന് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അതായത് കുട്ടി എന്തോ ഒരു വളരെ ദൈവത്തോടുള്ളൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ കുട്ടി പ്രപഞ്ചത്തോട് ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീൽ കുട്ടിക്കുണ്ടായി. അതായത് കുട്ടി അത്രത്തോളം റിലീജിയസ് ആണ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് മതപരമായുള്ളൊരു നിയമം തെറ്റിക്കുമ്പോൾ കുട്ടിക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാകുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. മതപരമായ ഒരു ചെറിയൊരു കാര്യം തന്നെ കുട്ടിക്ക് തെറ്റിക്കുമ്പോഴുണ്ടാകുന്ന അത്രയും മാനസിക വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അച്ഛന് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിന് പറ്റിയ സ്കൂളിലോട്ട് വേണമെങ്കിൽ കുട്ടിയെ മാറ്റാമായിരുന്നു. അല്ലെങ്കിൽ കുട്ടിക്ക് വല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മതപണ്ഡിതരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് ഇങ്ങനൊരു നിയമമുള്ള സ്കൂളാണ്, പക്ഷേ മോൾക്ക് ഭയങ്കര വിഷമമുണ്ട്, അപ്പോൾ കുട്ടിയുടെ ആ വിഷമമൊന്ന് മാറ്റി കൊടുക്കണം, കുട്ടിയൊന്ന് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വേണ്ട ഒരു സൊല്യൂഷൻ കുട്ടിയുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം അത് ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് മാത്രമല്ല, കുട്ടി അവസാനം ബേഴ്സ്റ്റായി. കുട്ടിക്ക് അതില്ലാതെ പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും കുട്ടി തട്ടമിട്ടുകൊണ്ട് സ്കൂളിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയും ചെയ്തു. അതായത് കുട്ടിയെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് കുട്ടി അങ്ങനെ ചെയ്തത്. അപ്പോൾ കുട്ടി ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ മതം എത്രത്തോളം കുട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരൊരു നിയമം ഒക്കെ കൊടുക്കുമ്പോൾ ആ നിയമം പാലിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം ആ സമുദായം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം അവർക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി ആ സമുദായം സ്വയം മനസ്സിലാക്കുകയും ഒന്നുകിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കുട്ടികളെ വിടാതിരിക്കുക. കാരണം കുട്ടികൾക്ക് അത് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ രീതിയിലോട്ട് കുട്ടികളിൽ മതം അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതിലെ ചെറിയ നിയമങ്ങൾ തെറ്റിച്ചെന്നാൽ അവർക്ക് ഒരു മാനസിക സംഘർഷമോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രോബ്ലമോ ഉണ്ടാകാത്ത രീതിയിൽ അവർ മതം പഠിപ്പിക്കുക. അതാണ് സമൂഹത്തോടോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ നമുക്ക് സമൂഹത്തിൻ്റെയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്രയും കാര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഷെയർ മാർക്കറ്റിലൊക്കെ പറയും ചില ഷെയറുകളെല്ലാം ഓവർ റേറ്റഡ് ആയിരിക്കും, ചിലതെല്ലാം അണ്ടർ ആയിരിക്കും. ഒരു മാർക്കറ്റ് കറക്ഷൻ വരും, പെട്ടെന്ന് എല്ലാം ഒന്ന് കൂടിക്കുഴയും, ഒരു വലിയ തകർച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും.
അതിനുശേഷം എല്ലാം ഒരു സന്തുലിതാവസ്ഥയിലോട്ട് എത്തും എന്ന്. എനിക്ക് ഈ വിഷയം കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം ഹൈലൈറ്റഡ് ആവും. ഒരു പ്രശ്നം, അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കിയ സ്കൂളുകളുണ്ട്. ഇങ്ങനത്തെ നിയമങ്ങളുള്ള പല സ്കൂളുകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു കാര്യം നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു. കാരണം നമ്മൾ അറിയുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന എല്ലാ സ്കൂളുകളിലും യൂണിഫോം ഇട്ടുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ പോകുമ്പോൾ തലയിൽ ഒരു തട്ട ഇട്ടുകൊണ്ട് പോകും, എല്ലാ സ്കൂളുകളും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത സ്കൂളുകളില്ല എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അങ്ങനത്തെ തട്ടമിട്ട് വരാൻ പാടില്ലാത്ത നിയമങ്ങളുള്ള സ്കൂളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വിഷയം വന്നപ്പോൾ തന്നെ മിക്കവാറും അങ്ങനത്തെ നിയമങ്ങളുള്ള സ്കൂളുകളൊക്കെ പതുക്കെ അവരുടെ നിയമങ്ങളിൽ നിന്ന് ചിലപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാവും. കുറച്ച് കാലം കഴിയുമ്പോൾ ആ സ്കൂളുകളൊക്കെ തട്ടമിട്ട് വരുന്നതിനെ അവർ എതിർക്കാത്തൊരു അവസ്ഥയിലോട്ടും എത്തിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കളോ നേരിട്ട് പോയിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. സ്വന്തം കുട്ടിയുടെ കാര്യത്തിൽ സംസാരിക്കാനായിട്ട് സ്വന്തം രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും തന്നെയാണ് പോകേണ്ടത്, അല്ലാതെ മതസംഘടനയിലുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരെ അല്ല കൊണ്ടുപോകേണ്ടത്. കാരണം അവർക്ക് അതൊരു മുതലെടുപ്പിനുള്ള അവസരമായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അവരുടെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളുടെ ഫാമിലി പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം, കുട്ടിയുടെ മാനസികാവസ്ഥ ഇത് മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളതായിരിക്കില്ല അവരുടെ ഉദ്ദേശം. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കാൻ നമുക്കിത് ഒരു വലിയൊരു കാരണമായി എന്ന് പറയാം. അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ, മതപരമായ നിയമങ്ങൾ നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് അല്ലെങ്കിൽ ഒരു നിയമം തെറ്റിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമം, ആ കുട്ടി അനുഭവിച്ച മാനസിക വിഷമം, അതിൽ നിന്നും ആ കുട്ടിക്ക് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടൊരു ആളെത്തുക, നാളെ ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മതപരമായൊരു നിയമം തെറ്റിക്കേണ്ടി വരുമ്പോൾ കുട്ടിക്ക് എത്രത്തോളം മാനസിക സംഘർഷം ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു വലുതായി കഴിയുമ്പോൾ ഒരു അഡൾട്ടായി മാറുമ്പോൾ ആ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ എന്തുമാത്രമായിരിക്കും. ചിലപ്പോൾ ഒരു നിയമം തെറ്റിച്ചതിൻ്റെ പേരുള്ള കുറ്റബോധം ആ കുട്ടിയെ നാളെ വേട്ടയാടുമോ, ഇതെല്ലാം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കി തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നന്ദി.